ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഈ ഉപഭോഗവും വ്യക്തിപരതയും തമ്മിൽ എന്താണ് ബന്ധം? ഉപഭോഗം വ്യക്തിപരതയെ ആശ്രയിച്ചാണോ ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മൾ ഭൂമിയിലെ വിഭവങ്ങളുടെ വിതരണമൊക്കെ ഈ വ്യക്തിപര ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിക്കാറില്ല. പക്ഷെ അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഷിഫ്റ്റിംഗ് ഫ്രം ഇൻഡിവിജ്വലിസം ടു കളക്ടിവിസം റെഡ്യൂസസ് കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ഉപഭോഗം കൂടുവാൻ സാമൂഹ്യപരത കുറയണം, വ്യക്തിപരത കൂടണം. എങ്കിലേ വ്യവസായശാലകൾക്ക് ഉൽപ്പാദിപ്പിക്കുവാനും വണിക്കുകൾക്ക് വിപണനം ചെയ്യുവാനും വേദി ഉണ്ടാകുകയുള്ളൂ. ഉപഭോഗവും ഉൽപാദനവും കുറയണമെങ്കിൽ വ്യക്തിപരതയിൽ നിന്നും സാമൂഹ്യപരതയിലേക്ക് നാം ചുവടുമാറിയേ മതിയാകും. ഉപഭോഗം കൂടുവാൻ സാമൂഹ്യപരത കുറയണം, വ്യക്തിപരത കൂടണം. എങ്കിലേ വ്യവസായശാലകൾക്ക് ഉൽപ്പാദിപ്പിക്കുവാനും വണിക്കുകൾക്ക് വിപണനം ചെയ്യുവാനും വേദി ഉണ്ടാകുകയുള്ളൂ. ഉപഭോഗവും ഉൽപാദനവും കുറയണമെങ്കിൽ വ്യക്തിപരതയിൽ നിന്നും സാമൂഹ്യപരതയിലേക്ക് നാം ചുവടുമാറിയേ മതിയാകൂ. ഇതാണ് ഇന്നത്തെ പ്രമേയം. ഇപ്പോ ഒരു വ്യക്തി ഇവിടെ ജീവിക്കുന്ന സമയത്ത് വ്യക്തിയുടെ ജീവിതത്തിന് ആവശ്യമായ ഒട്ടേറെ സാങ്കേതിക ഉപകരണങ്ങൾ വേണ്ടിവരുന്നുണ്ട്, സാങ്കേതിക വിഭവങ്ങൾ വേണ്ടിവരുന്നുണ്ട്. നിത്യജീവിതത്തിന് വേണ്ടുന്ന വിഭവങ്ങളുടെ അളവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇപ്പോ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു ജീവിതം നയിക്കുന്നു എന്നിരിക്കട്ടെ. അയാൾ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാചകത്തിന് വേണ്ടുന്ന ഉപകരണങ്ങൾ, അയാളുടെ ഒറ്റയ്ക്ക് ജീവിതത്തിനുള്ള വീട്, അയാളുടെ ഒറ്റയ്ക്കുള്ള കാര്യങ്ങൾക്കുള്ള മറ്റ് ഫർണിച്ചറുകൾ, ഗാഡ്ജറ്റുകൾ തുടങ്ങിയവയൊക്കെ ആവശ്യമാണ്. അയാളുടെ ഒരു സ്വന്തം ഇടത്ത് താമസിക്കുന്ന സമയത്ത് അവിടെ പണിയെടുക്കാനുള്ള ആയുധങ്ങള്, മറ്റു ഉപകരണങ്ങള്, യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അയാൾക്ക് ആവശ്യമാണ്. ഇത് ആധുനിക ജീവിതത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന ആളുകളാണെങ്കിൽ ഇതെല്ലാം സൊസൈറ്റിയിൽ നിന്നും മാർക്കറ്റിൽ നിന്നുമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവിടെ അവൈലബിൾ ആയിരിക്കുന്നത് അതിന്റെ ഉൽപാദനമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇതൊന്നും തന്നെ നമ്മളെ വീട്ടിലുണ്ടാക്കി അവനവന്റെ ജീവിതത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളെ പ്രാദേശികമായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉപഭോഗം ചെയ്യലാണ്. മാർക്കറ്റിൽ നിന്നും വാങ്ങുന്നു. മാർക്കറ്റിൽ നിന്നും വാങ്ങണമെങ്കിൽ മാർക്കറ്റിലേക്ക് അത് ലഭ്യമാകണമെങ്കിൽ അതിന് ഉൽപാദനം ഉണ്ടാകണം. ഇവിടെ ഉൽപാദനം വ്യവസായശാലകളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതം നയിക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ടുന്ന ഉപകരണങ്ങളെല്ലാം മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്നു. രണ്ടാമതൊരു വ്യക്തി ഇതുപോലെ ജീവിക്കുമ്പോൾ അയാളും ഇതെല്ലാം മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്നു. ഒരു 10 വ്യക്തികൾ ഇങ്ങനെ കഴിയുന്നവർ ഒരുമിച്ച് ജീവിക്കുന്നു എന്നിരിക്കട്ടെ, ഒരു വീട്ടിൽ ജീവിക്കുന്നു എന്നിരിക്കട്ടെ. ഒരു വീട് മതി ഇത്രയും പേർക്ക് താമസിക്കാൻ, ഒരു പാത്രം മതി ഇത്രയും പേർക്ക് പാചകം ചെയ്യാൻ, ഒരടുപ്പ് മതി ഇതെല്ലാം അവർക്ക് വേണ്ടുന്ന പാചകം ചെയ്ത സാധനങ്ങൾ ഉണ്ടാക്കാൻ. അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഫർണിച്ചർ എന്ന് പറയുന്നത് 10 പേർക്ക് വളരെ കുറച്ചും മതി. അവർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ 10 പേർക്ക് കൂടെ 1 or 2 മതി. ഇതിനു പകരം ഒരു വ്യക്തി എത്രത്തോളം ജീവിതത്തിൽ ഉപഭോഗം നടത്തുന്നുവോ അവയെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുമ്പോൾ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള എടുക്കലാണ് പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള എടുക്കലുകൾ ഈ ഉൽപാദനത്തിന്റെ അളവ് കൂട്ടുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വീട്ടിൽ ഒരു ഏണി ഉണ്ടെന്നിരിക്കട്ടെ. ആ ഏണി മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഒരു അയൽക്കൂട്ടമുണ്ടെങ്കിൽ, ഒരു തറക്കൂട്ടമുണ്ടെങ്കിൽ അതിലെ ആളുകൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഏണി വാങ്ങേണ്ട കാര്യമില്ല, എല്ലാ വീട്ടിലും കൈക്കോട്ട് വാങ്ങേണ്ട കാര്യമില്ല, എല്ലാ വീട്ടിലും ചട്ടുകം വാങ്ങേണ്ട കാര്യമില്ല. എല്ലായിടത്തും കൂടെ 1 or 2 മതി. അപ്പോ ഉപഭോഗം കൂടണമെന്നുണ്ടെങ്കിൽ, ആളുകൾ കൂടുതൽ ഉപഭോഗം ചെയ്യണമെങ്കിൽ ഈ സാമൂഹ്യപരത എന്നുള്ളൊരു അവസ്ഥ, കൂട്ടായിട്ടുള്ള അവസ്ഥ കുറയണം, വ്യക്തിപരത കൂടണം. ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്നൊരു പരിപാടി കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ബ്രിട്ടീഷേഴ്സ് ഒക്കെ നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമൂഹ്യ ഭദ്രത എന്നുള്ളത് പൊളിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഉദ്ദേശ്യം അതാണ്.
അപ്പോൾ സാമൂഹ്യപരത എന്ന് പറയുന്ന സമൂഹത്തിലെ എല്ലാവരും പരസ്പരം ചേർന്ന് ജീവിക്കുന്ന ആനന്ദത്തോടു കൂടിയുള്ള പരസ്പരാശ്രിതമായിട്ടുള്ള പരസ്പരാനന്ദത്തിലൂന്നിയ ജീവിതം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സമയത്ത് അവിടെ പുറത്തു നിന്നുള്ള ഉൽപാദന പ്രക്രിയയ്ക്കോ അവയുടെ വിപണനത്തിനോ ഒന്നും വലിയ സാധ്യത ഉണ്ടാവില്ല. ഇത് ഒഴിവാക്കണമെങ്കിൽ വ്യക്തിപരത എന്നിടത്ത് നല്ലപോലെ വർദ്ധിപ്പിക്കണം. വ്യക്തിപരത വർദ്ധിപ്പിക്കുന്ന സമയത്താണ് ഉപഭോഗം കൂടുക. ആ സമയത്താണ് വ്യവസായശാലകൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. അപ്പോഴാണ് വണിക്കുകൾക്ക് ഇവയെല്ലാം വിപണനം ചെയ്യാൻ കഴിയുക. ഇതിനൊക്കെ വേദി ഉണ്ടാകണമെങ്കിൽ വ്യക്തിപരത എന്നുള്ളത് നല്ലപോലെ വർദ്ധിച്ചേ പറ്റും. ഇത് ഉപകരണങ്ങളുടെയും മറ്റും കാര്യത്തിൽ മാത്രമല്ല. ഈ ഒരു വ്യക്തി ജോലി ചെയ്യുന്നു, ആ വ്യക്തിയുടെ ജോലിയെ ആശ്രയിച്ച് കുറച്ചു പേർ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുറച്ചു പേർ ഇവിടെ ഉൽപാദനം എന്നുള്ള പ്രക്രിയയെ ആശ്രയിക്കേണ്ട കാര്യം ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ചാൽ മതി. അതിനു പകരം ഈ ഒരു ഹ്യൂമൻ ലേബർ എന്നുള്ളതിനെ ഓരോരുത്തരിൽ നിന്നും ലീസ് ചെയ്തെടുക്കണമെങ്കിൽ അതോറിറ്റേറിയൻസിന് അല്ലെങ്കിൽ ഈ ആധുനിക കൺസ്യൂമറിസത്തിന്റെ ഒരു ലോകത്തിന് ഓരോരുത്തരുടെയും മാൻ പവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തിപരതയിലേക്ക് കൊണ്ടുപോകണം. ഓരോരുത്തർക്കും പ്രത്യേകം ജോലി, ഓരോരുത്തർക്കും പ്രത്യേകം ലക്ഷ്യം എന്നുള്ള അവസ്ഥ വേണം. കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ ആ കെട്ടുറപ്പ് എന്നുള്ളത് ശിഥിലമാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രക്രിയ നടക്കുകയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് വ്യക്തിപരതയ്ക്ക് ഇത്രയേറെ പ്രോത്സാഹനം കിട്ടുന്നത്. വ്യക്തിപരതയ്ക്ക് പ്രോത്സാഹനം കിട്ടുന്ന സമയത്ത് ഇപ്പോ ഹെഡ്ഫോണുകൾ, ഇയർഫോണുകൾ, ഇൻഡിവിജ്വൽ മൊബൈൽസ് ഒക്കെ വ്യക്തിപരതയെ വല്ലപോലെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാമൂഹ്യമായിട്ടുള്ള കെട്ടുറപ്പ് കുറയും. ഈ സമൂഹം ഛിദ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഉപഭോഗം കൂട്ടാൻ വേണ്ടിയാണ്, ഉൽപാദനം കൂട്ടാൻ വേണ്ടിയാണ്, വിപണനം കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോ ഉപഭോഗവും ഉൽപാദനവും കുറഞ്ഞാൽ മാത്രമേ ഈ പ്രകൃതിയുടെ മുകളിലുള്ള ആ ചൂഷണ സംവിധാനത്തിൽ കുറവ് വരികയുള്ളൂ. അത് അനന്തമായിട്ട് ഒരു വല്ലാത്ത അപായകരമായ വേഗത്തിലാണ് അതിന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മളിവിടെ മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 1000 തവണ മനുഷ്യ സൊസൈറ്റി സാധാരണ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരുന്ന കാര്യങ്ങൾക്കും അപ്പുറത്താണ്. 1000 എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. ഞാൻ എന്നുള്ളൊരു സാധാരണ വ്യക്തി ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഞാനൊരു വ്യക്തി ജീവിക്കുന്നത് പോലും ഒരു സാധാരണ വ്യക്തിക്ക് ആവശ്യമുള്ളതിന്റെ 1000-ലധികം മടങ്ങ് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ട്. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ, ഇഷ്ടംപോലെ ഉപകരണങ്ങൾ, ഇഷ്ടംപോലെ വാഹനങ്ങൾ, ഇഷ്ടംപോലെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ലളിത ജീവിതം നയിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിൽ സാധാരണ കൺസ്യൂമറിസത്തിന്റെ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ജീവിക്കുമ്പോൾ എത്രത്തോളം വേണ്ടിവരും? അതിന്റെ പതിപ്പുകൾ ലോകമെങ്ങും ജീവിക്കുന്ന സമയത്ത് എത്രയേറെ ഉൽപാദനം വേണ്ടിവരും? ഈ ഉൽപാദനം എന്നുള്ള പ്രക്രിയ കുറയണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യക്തിപരതയിൽ നിന്നും സാമൂഹ്യപരതയിലേക്ക് നാം ചുവടുമാറുക എന്നുള്ളതാണ്. സാമൂഹ്യപരതയിലേക്ക് ചുവടുമാകുന്ന സമയത്ത് നമുക്ക് ഈ ഉൽപാദനം നിന്നു പോവുകയൊന്നുമില്ല. പക്ഷെ ഉൽപാദനത്തിന്റെ അളവ് വളരെ കുറയും. വളരെ കുറച്ചു മാത്രം ഘടകങ്ങൾ മതിയാകും, ഉപകരണങ്ങൾ മതിയാകും, വാഹനങ്ങൾ മതിയാകും, സംവിധാനങ്ങൾ മതിയാകും, തവണകൾ മതിയാകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നാം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സർവപരത കൂട്ടുവാൻ ശ്രമിക്കുക, സാമൂഹ്യപരത കൂട്ടുവാൻ ശ്രമിക്കുക, വ്യക്തിപരതയിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുക. നമുക്ക് പൊതു ഉപകരണങ്ങളെ, പൊതു സംവിധാനങ്ങളെ, പൊതു മാർഗങ്ങളെ ഉപയോഗിക്കാനുള്ള പ്രേരണ സ്വയം നൽകിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ മനസ്സിലാക്കുക, ഇൻഡിവിജ്വലിസത്തിൽ നിന്നും കളക്ടീവിസത്തിലേക്കുള്ള ചുവടുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉപഭോഗത്തിന്റെയും ഉൽപാദനത്തിന്റെയും അളവ് കുറയ്ക്കുവാൻ വല്ലാതെ ഉപകാരപ്പെടും. അത് അത്യന്താപേക്ഷിതമാണ് എന്നത് ബോധ്യമാവുക. ഈ ചിന്തയിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.